സോ നിങ്ങൾക്ക് കുറച്ചൊക്കെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവില്ലേ? നിങ്ങൾ മാത്സ്, എഞ്ചിനീയറിംഗ് മാത്സിലൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അല്ലെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള റിസൾട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? എനിവേ ഞാനത് റിവ്യൂ ചെയ്യും. ലാപ്ലേസ് ട്രാൻസ്ഫോം ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യും. അത് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് മാത്രം. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം മുഴുവനായിട്ട് അതിന്റെ കംപ്ലീറ്റ്നെസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ഡിറൈവും ഒന്നും ചെയ്യാത്ത അതുകൊണ്ടാണ്. പക്ഷെ കൺട്രോൾ സിസ്റ്റത്തിൽ ആവശ്യമുള്ള ഒരുപാട് റിസൾട്ട് ഉണ്ട്. കാരണം അതില്ലാതെ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ സബ്ജക്റ്റിനെ മുന്നോട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ടാവും, റിവ്യൂ ചെയ്യുന്നുണ്ടാവും. സോ എനിവേ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വിൽ സ്റ്റാർട്ട് വിത്ത് ഡെഫിനിഷൻ. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ റിവ്യൂ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ടേം ഞാൻ കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുവരെ എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, ഒരു കൺവീനിയന്റ് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സിസ്റ്റംസ് which are otherwise represented in terms of what? Which are otherwise represented in terms of differential equations, right? So different അല്ലെങ്കിൽ explicit ആയിട്ട് ഡിഫൈൻ ചെയ്ത ടൈം ഡൊമൈനിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം we try to express this model this system using some kind of a mathematical expression in Laplace domain, right? So അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. Okay, so listen here. Transfer function of any system, any linear time invariant system. Of an LTI system. I mean, ഞാൻ LTI എന്ന് പറയുമ്പോൾ കോസാലിറ്റിയും കൂടെ ഇംപ്ലൈഡ് ആണ്. പക്ഷെ ഇവിടെ കോസാലിറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കൺട്രോൾ സിസ്റ്റത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, കോസാലിറ്റിയും കൂടെ അവിടെ ഇംപ്ലൈഡ് ആണ്. സോ എങ്ങനെയാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, നമ്മുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ട്, LTI സിസ്റ്റം ഉണ്ട്. സോ ഈ സ്കീമാറ്റിക് എപ്പോഴും നമ്മൾ ഈ ഒരു സ്കീമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് സിസ്റ്റം, ആൻഡ് വിച്ച് ഹസ് ഗോട്ട് സം LTI സിസ്റ്റത്തിന് എപ്പോഴും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അല്ലെ, ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്, ഇമ്പൾസ് റെസ്പോൺസ്. സോ എന്താണ് ഇമ്പൾസ് റെസ്പോൺസ്? നമ്മൾ ഇമ്പൾസ് യൂണിറ്റ് ഇമ്പൾസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. എനിവേ ദാറ്റ്സ് ഫൈൻ. സോ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ആണെന്ന് മനസ്സിലാക്കുക. നൗ ഇതിലൊരു ഇൻപുട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ x(t) എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y(t) ആണെന്ന് വിചാരിക്കുക. നൗ y(t) x(t) നമ്മൾ റിലേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് x(t) കൺവല്യൂഷൻ h(t) ഒക്കെയാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിലേക്ക് ഞാൻ പിന്നെ വരാം. ഇവിടെ ഇതിനെ നമുക്ക് എന്താണ് ഈ സിസ്റ്റത്തിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എനിക്ക് ഡിഫൈൻ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. പലപ്പോഴും ഈ സിസ്റ്റത്തിന്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ മറ്റോ ആയിരിക്കും. പക്ഷെ ഇതിനെ നമുക്കൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് മാത്തമാറ്റിക്കലി ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് എനിക്ക് മോഡൽ ചെയ്യാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ നൊട്ടേഷൻ L ഓഫ് എന്നാണ് എഴുതുക. L ഓഫ് എന്നതിന്റെ അർത്ഥം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. So Laplace transform of y, you can give any input and any output, this will be valid. It will be a constant, it will be a constant expression. നിങ്ങൾ ഏത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ കൊടുത്തു കഴിഞ്ഞാലും this particular ratio, that is Laplace transform of y of t, the output divided by Laplace transform of the input x of t, right? And there is a very important condition here. Under the condition that system is initially relaxed. Now, what is meant by system is initially relaxed? When I say system is initially relaxed, what I mean to say is that all these are zeros. That is,
എക്സ് ഓഫ് 0 മൈനസ് 0, 0 മൈനസ് എന്ന് പറഞ്ഞാൽ സീറോന്റെ മുമ്പേ ഉള്ള എല്ലാ വാല്യൂസ്, അതായത് സീറോ എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലാണ് നിങ്ങൾ ഇതിന്റെ ആക്ഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത്. സീറോന് മുമ്പേ ഉള്ള ടൈമിൽ സിസ്റ്റത്തിൽ എനർജി ഒന്നും ഇല്ല. എക്സ് ഇൻപുട്സ് എല്ലാം 0 ആണ്. ഈവൻ ഔട്ട്പുട്സ് ആർ ഓൾസോ സീറോസ്. y of 0 minus equal to 0, right? And x dash of 0 minus equal to 0, y dash of 0 minus equal to 0, etc. So this is the meaning of saying that system is initially relaxed. There are no initial conditions present in the system. There are no initial conditions present in the system. Under those conditions, under that assumption, you take the ratio of Laplace transform of the output to Laplace transform of input. This particular expression, whatever you get, is known as the transfer function of the system. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് നോർമലി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ സിഗ്നൽ എന്ന് പറഞ്ഞാൽ, സോ ഇവിടെയാണ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ആവശ്യം വരുന്നത് പറഞ്ഞു. സോ നോർമലി നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്താണ് കിട്ടുക? അതൊരു എക്സ്പ്രഷൻ എന്ത് വേരിയബിൾ ആണ്? സോ നമ്മളൊരു സിഗ്നൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് y ഓഫ് t എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനറലി ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനിഷൻ, സോ ഡെഫിനിഷൻ ഓഫ് എ യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം, ഡെഫിനിഷൻ ഓഫ് എ യൂണിലാറ്ററൽ. സോ ഞാൻ യൂണിലാറ്ററൽ പ്രത്യേകം എടുത്തു പറയാൻ കാരണം നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിലും പ്രിഡോമിനന്റ്ലി യൂസ്ഡ് ഇൻ കൺട്രോൾ സിസ്റ്റം നെറ്റ്വർക്ക് അനാലിസിസ്. അത് പ്രത്യേകിച്ച് യൂണിലാറ്ററൽ എന്ന് പറയാൻ കാരണം there is a much generic version of Laplace transform, which is bilateral Laplace transform, which you will learn extensively in signals and systems, right? And that is the generic version. ഏറ്റവും generic ആയിട്ടുള്ള version എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് കൂടുതൽ. So predominantly used in controls and control systems and networks. Unilateral Laplace transform of a signal x of t. So this is just think of it as a review of Laplace transform. കാരണം ഇത് ഞങ്ങൾക്ക് ആവശ്യമാണ്. കൺട്രോൾ സിസ്റ്റം പഠിക്കണമെങ്കിൽ കുറച്ച് ലാപ്ലേസ് ട്രാൻസ്ഫോം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. സോ ബേസിക്കലി ലാപ്ലേസ് ട്രാൻസ്ഫോം ഇസ് ഡിനോട്ടഡ് ബൈ, ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞു, ലാപ്ലേസ് ട്രാൻസ്ഫോം ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. L stands for, it's an operator, mathematical operator, Laplace transform of, right? നമ്മൾ എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറയുന്നു, എക്സ്പെക്ടേഷൻ ഗ്രേഡിയന്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇതെല്ലാം ഓപ്പറേറ്റേഴ്സ് ആണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ. അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓപ്പറേറ്റർ ആണ്. ഇതിനൊരു മീനിങ് ഉണ്ട്. എന്താണ് ആ മീനിങ് എന്നുള്ളതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ see this one, എല്ലാ ബുക്സിലും ഇങ്ങനെ നിങ്ങൾ കാണണമെന്നില്ല. ഞാൻ പറഞ്ഞു ഇത് യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. t ഈക്വൽ ടു 0 മൈനസ് ഞാൻ ഇടും. t ഈക്വൽ ടു 0. ചില ബുക്സിൽ 0 എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് 0 മൈനസ് ഇടുന്നത്. 0 മൈനസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, 0ന് തൊട്ട് മുമ്പുള്ള ഒരു ഇൻസ്റ്റന്റിനെയാണ് ഞാൻ 0 മൈനസ്. That is an instant just before 0. An instant just before 0 ആണ് 0 മൈനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. t equal to 0 minus to infinity. Now എന്തുകൊണ്ടാണ് ഈ 0 മൈനസ് എഴുതുന്നത് ഞാൻ ജസ്റ്റ് ഒരു in a minute I'll tell you. Right. Then you take this input. ഈ ഇൻപുട്ട് എടുക്കുക. What is this input? X of t. Into e raised to minus st. E raised to minus st dt. Right. So this particular integral is known as the unilateral Laplace transform of x of t. Now, പല സ്റ്റുഡൻസും വണ്ടർ ചെയ്യുന്ന ഒരു കാര്യം, ഇതെന്താണ് ഇ റേസ് ടു മൈനസ് എസ് ടിന്റെ പ്രശ്നം എന്തായി? ഇതെല്ലായിടത്തും ഈ കയറി വരുന്നുണ്ടല്ലോ, എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഇത് വെറുതെ വരുന്നതല്ല, വെറുതെ ഒരു രസത്തിന്റെ പുറത്ത് ഇങ്ങനെ കയറി വരുന്ന സാധനമല്ല. ഇതിന് കൃത്യമായിട്ടുള്ള എന്താണ് സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്തുകൊണ്ട് ഇ റേസ് ടു മൈനസ് എസ് ടി എന്നുള്ളതാണ്.
that you will learn. ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഐഗൻ ഫംഗ്ഷൻസ് ഓഫ് LTI സിസ്റ്റംസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് e⁻⁻st എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ കോൺസിക്വൻസ് ആണ് ബേസിക്കലി ഈ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ലീനിയർ സിസ്റ്റംസിനെ അനലൈസ് ചെയ്യാൻ. Okay, as of now, just understand that this is a definition given to the Laplace transform of x of t. Okay, and ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് എന്തായിരിക്കും? ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഏതിലുള്ള എക്സ്പ്രഷൻ ആയിരിക്കും? ടിയിലായിരിക്കും എസിലായിരിക്കും? എന്തിലുള്ള എക്സ്പ്രഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക? സുജിത്ത് പറഞ്ഞ എസിലാണ്. സോ എന്തിലുള്ള എക്സ്പ്രഷൻ ആണ് നിങ്ങൾ ഇതില് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ടി എന്ന് പറയുന്നതിൽ നിങ്ങൾ ലിമിറ്റ് കൊടുക്കും. 0 ഇൻഫിനിറ്റി ഒക്കെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ടി പിന്നെ അവിടെ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോളിനോമിയൽ എക്സ്പ്രഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ബട്ട് ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഇൻ ദിസ് വേരിയബിൾ എസ്, ദിസ് പാരാമീറ്റർ എസ്, റൈറ്റ്? ആൻഡ് ഞാൻ എസ് എന്നെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കോംപ്ലക്സ് വാല്യൂ ആയിട്ട് മാത്രം ഇപ്പൊ കൺസിഡർ ചെയ്യാം. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക. എന്താണ് എസ് എന്നുള്ളത്, അതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്താണ്, ഇന്റഗ്രലിന്റെ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ സിഗ്നൽസിൽ പഠിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ പഠിച്ച ആ സമയത്ത് പഠിച്ചാൽ മതി. ഇപ്പൊ നമുക്കത് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് അതിന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് മാത്രമേ കൺട്രോൾസിൽ ആവശ്യമുള്ളൂ. സോ ഇത് മനസ്സിലാക്കുക. ദിസ് വിൽ ജനറലി ബി എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? ദിസ് വിൽ ജനറലി ബി എ ഫംഗ്ഷൻ ഓഫ് എസ്. ആൻഡ് യൂഷ്വലി വി വിൽ ഡിനോട്ട് ഇറ്റ് ബൈ നമ്മള് ടൈം ഡൊമൈനിലുള്ള സിഗ്നലിന്റെ സ്മോൾ ലെറ്റർ എക്സ് ഓഫ് ടി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ നമ്മൾ എന്താ ചെയ്യുക? ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഓഫ് എസ് വെച്ചിട്ടാണ് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക, റൈറ്റ്? ആൻഡ് യൂഷ്വലി വി റെപ്രസെന്റ് ഇറ്റ് യൂസിങ് ദിസ് നൊട്ടേഷൻ കോമൺലി യൂസ്ഡ്. നമ്മൾ കോമൺലി എംപ്ലോയ് ചെയ്യുന്ന ഒരു നൊട്ടേഷണൽ കൺവീനിയൻസ് ആണ്. വി വിൽ സേ ദാറ്റ് അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന എക്സ് ഓഫ് എസ് ആണെങ്കിൽ this will be denoted conveniently as ഇതിനെ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പെയർ ആയിട്ട് എഴുതും. that is x of t with a double sided arrow, right? Now double sided implies that it's a 1-to-1 transformation, and generally speaking unilateral transform 1-to-1 transform ആണ്. പക്ഷെ bilateral Laplace transform എന്ന് പറയുന്നത് ഒരു 1-to-1 transformation അല്ല. അതായത് എക്സ് ഓഫ് ടിയുടെ കൂടെ എക്സ് ഓഫ് എസിന്റെ കൂടെ നിങ്ങൾക്ക് റീജിയൻ ഓഫ് കൺവേർജൻസും കൂടെ തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ ഇൻവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ ഇതൊരു 1-to-1 എന്താണ് 1-to-1 ട്രാൻസ്ഫോർമേഷന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? കാരണം 1-to-1 ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ ഇൻവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം രണ്ട് സിഗ്നലിന് മേ ബി അതായത് രണ്ട് x1 എന്ന് പറയുക x2 എന്ന് പറയുന്ന രണ്ട് സിഗ്നലിനും ഒരേ ട്രാൻസ്ഫോം ആണെന്ന് വിചാരിച്ചോളൂ. രണ്ടിനും കിട്ടുന്ന ഒരേ ട്രാൻസ്ഫോം ആണെങ്കിൽ എനിക്ക് ഇതിനെ ഇൻവേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻവേർട്ട് ചെയ്താൽ എനിക്കൊരു ആംബിഗ്വിറ്റി വരും. പക്ഷെ 1-to-1 ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളിവിടെ ഡിഫറെന്റ് സിഗ്നലാണ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ട്രാൻസ്ഫോം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഏത് ട്രാൻസ്ഫോമിനെ നിങ്ങൾക്ക് ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതിന്റെ യുണീക്ക് ആയിട്ടുള്ള ടൈം ഡൊമൈൻ റെപ്രസെന്റേഷൻ ആയിരിക്കും. അപ്പൊ ഇൻവേർട്ടിബിലിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പുതിയ ഡൊമൈനിലേക്ക് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് പുതിയ ഡൊമൈനിലേക്ക് പോകുമ്പോൾ എപ്പോഴും തിരിച്ചു വരാനുള്ള ഒരു പാത്ത് ഉണ്ടോ എന്ന് കൂടെ നിങ്ങൾ എപ്പോഴും നോക്കണം. നിങ്ങൾക്ക് ഏത് ഡൊമൈനിലേക്കും പോവാം. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ ഫോർ ദ കൺവീനിയൻസ് ഓഫ് കമ്പ്യൂട്ടിങ്, ഐ മീൻ ഫോർ ദി ഈസ് ഓഫ് കമ്പ്യൂട്ടിങ്. അതായത് നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളാക്കി പോളിനോമിയൽ ഇക്വേഷൻസ് ആക്കിയിട്ട് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ആൻസേഴ്സ് സിംപ്ലിഫൈ ചെയ്തെടുക്കാം, റൈറ്റ്? അതൊക്കെ നല്ലതാണ്. നമുക്ക് പുതിയ ഡൊമൈനിൽ പോയി അതെല്ലാം ചെയ്യാം. പക്ഷെ അവിടെ പോയിട്ട് തിരിച്ചു വരാൻ ഒരു മാർഗമില്ലേ, പിന്നെ നിങ്ങൾ അവിടെ ട്രാപ്ഡ് ആണ്. കാരണം എനിക്ക് അൾട്ടിമേറ്റ്ലി എനിക്ക് ആൻസർ വേണ്ടത് എസ് ഡൊമൈനിലല്ല ആൻസർ വേണ്ടത്. അൾട്ടിമേറ്റ്ലി എനിക്ക് വീണ്ടും ടൈം ഡൊമൈനിൽ വന്നിട്ടാണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്. ടൈം ഡൊമൈനിൽ വന്നിട്ടാണ് ഇതിന്റെ കാര്യങ്ങൾ. സിസ്റ്റം ടൈം ഡൊമൈനിലാണുള്ളത്. ടൈം ഡൊമൈനിൽ തന്നെയാണ് എനിക്ക് അതിന്റെ കാര്യങ്ങൾ അറിയേണ്ടത്. പക്ഷെ അത് അറിയാനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഈ ഡൊമൈൻ എന്ന് പറയുന്നത്. പക്ഷെ ആ ഷോർട്ട് കട്ട് നിങ്ങൾ എംപ്ലോയ് ചെയ്യുമ്പോൾ തിരിച്ചു വരാൻ ഒരു മാർഗം ഉണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ അറിയണം. അതിന് തിരിച്ചു വരാൻ ഒരു മാർഗം ഉണ്ടാവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഈ ട്രാൻസ്ഫോർമേഷൻ ഇൻവേർട്ടിബിൾ ആയിരിക്കണം. അതായത് അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വരാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടായിരിക്കണം. അതിനെന്തായിരിക്കണം? ഇത് 1-to-1 ആയിരിക്കണം ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. 1-to-1 എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് സിഗ്നലിന് അതിന്റെ ട്രാൻസ്ഫോംസ് രണ്ടും ഡിഫറെന്റ് ആയിരിക്കണം, റൈറ്റ്? സോ എക്സ് ഓഫ് ടി വിൽ ഹാവ് എ ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ അതുകൊണ്ടാണ് ഈ ഡബിൾ സൈഡഡ് ആരോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് എന്താണ്? ബോത്ത് സൈഡഡ്. അവിടുന്ന് ഇങ്ങോട്ടും വരാം, എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്കും പോവാം. സോ ദിസ് ഇസ്
x of s. And basically, what is the meaning of this particular? And I will just denote it as LT. And LT use ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചിലപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവാം, വേണം സെഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവാം, അങ്ങനെ പല 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 ട്രാൻസ്ഫോമുകളും ഉണ്ട്. റൈറ്റ്? ഇപ്പം ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോം ഉണ്ട്, പക്ഷെ അതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഒഴിവാക്കാനാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിലേക്ക് വരുന്നത്. സോ ഇതില് we will just denote it as LT. So we will say that x of s is the Laplace transform of x of t, or in other words we will say that x of t is the inverse Laplace transform of Laplace transform of capital X of s. So ഇത് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. x of t തന്നു കഴിഞ്ഞാൽ x of s കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. x of s തന്നു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങളുടെ ഒറിജിനൽ സിഗ്നൽ x of t കണ്ടുപിടിക്കാനും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ എസിലുള്ള എക്സ്പ്രഷൻ തന്നാൽ അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഡൊമൈൻ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എക്സ് ഓഫ് ടി തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് എസ് ഡൊമൈൻ റിപ്രസെന്റേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദിസ് ഇസ് എ ഡെഫിനേഷൻ. ഇതാണ് ലാപ്ലേസ് യൂണിലാറ്ററൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ ഞാൻ പറഞ്ഞു ഇത് ഒരു എക്സ്പ്രഷൻ എസ് ആയിരിക്കും, മേ ബി സംതിങ് ലൈക്ക് ദിസ് 1/s+1 അല്ലെങ്കിൽ 1/s+1 ഹോൾ സ്ക്വയർ, s by s square plus 1, ഇങ്ങനെ കുറെ സ്റ്റാൻഡേർഡ് ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഉണ്ട്. വിൽ ബി സീയിങ് ദം ഇൻ എ ഷോർട്ട് വൈൽ. നമ്മൾ സ്റ്റാൻഡേർഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒന്നും കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ പറയാൻ വിചാരിച്ചൊരു കാര്യം, ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ലാപ്ലേസ് ട്രാൻസ്ഫോം y of t by ലാപ്ലേസ് ട്രാൻസ്ഫോം x of t ആണെന്ന് ഞാൻ പറഞ്ഞു. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, so this is a usual notation for transfer function, is denoted as Laplace transform of y of t by Laplace transform of x of t under the condition that initial conditions are 0. Initially relaxed. System is initially relaxed. Initial conditions are 0. And ഞാൻ ഇപ്പൊ പറഞ്ഞ L of y of t എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? This will be a function in s. They can denote it by s. And Laplace transform of x of t in it will generally be a function in s. So generally your Laplace transform will be in this particular form, y of s divided by x of s, right? ഈ ഫോമിലായിരിക്കും നിങ്ങളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉണ്ടാവുക. സോ സോറി, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ടാവുക. ആൻഡ് വി വിൽ ഡിനോട്ട് ഇറ്റ് ആസ് സം മേ ബി h of s. നമ്മൾ ഫീഡ്ബാക്ക് യൂസ് ചെയ്യുമ്പോൾ h of s ചിലപ്പോൾ ഫീഡ്ബാക്കിന് യൂസ് ചെയ്യും. ബട്ട് ജനറലി നിങ്ങൾ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം പഠിക്കുമ്പോൾ മേ ബി h of s ആയിരിക്കും ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ആൻഡ് അതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞു ഇപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, LTI സിസ്റ്റത്തിന്റെ കേസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് LTI സിസ്റ്റം. ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഞാൻ ഈ റിസൾട്ട് മാത്രം ഞാൻ ഇവിടെ പറയും. ഇതിന്റെ ഇമ്പൾസ് റെസ്പോൺസ് പറഞ്ഞ h of t ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഇമ്പൾസ് റെസ്പോൺസ് h of t ആണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം നിങ്ങൾ x of t എന്ന് പറയുന്ന നിങ്ങൾ x of t ഈക്വൽ ടു del of t കൊടുത്തു എന്ന് വിചാരിക്കുക. x of t is equal to ഇമ്പൾസ് കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? h of t യുടെ അർത്ഥം എന്താണ്? ഇമ്പൾസ് റെസ്പോൺസ് എന്നാണ് അതിന്റെ പേര്. h of t എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പോൾ നിങ്ങളൊരു ഇമ്പൾസ് ആണ്, യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും കിട്ടുക? ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് h of t ആയിരിക്കും. കറക്റ്റ് ആണോ? h of t ആയിരിക്കും. സോ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻ വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് കോമ്പിനേഷൻ വെച്ചിട്ട് എനിക്ക് ലാപ്ലേസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എനിക്ക് കണ്ടുപിടിക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ x of t y of t ഏത് ഇൻപുട്ട് ഔട്ട്പുട്ട് പെയറും ആവും. ഏത് ഇൻപുട്ട് ഔട്ട്പുട്ട് പെയർ വെച്ചിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന സെയിം എക്സ്പ്രഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏത് വെച്ചിട്ടും കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് പെയർ വെച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാം del of t. സോ ബേസിക്കലി ഇവിടെ നിങ്ങൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇവിടെ വെച്ച് ഇങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? നിങ്ങൾക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് h of t divided by Laplace transform of del of t.
ഞാൻ ഇവിടെ ഞാനൊരു നിങ്ങൾക്ക് മേ ബി ചില കുട്ടികൾക്ക് അറിയാത്ത ഒരു റിസൾട്ട് ഞാൻ പറയാൻ പോകുന്നുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് ടി എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? വാട്ട് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് ടി? മേ ബി നിങ്ങൾക്ക് അറിയില്ലേ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ആ റിസൾട്ട് ഒക്കെ എന്തായാലും ഒന്നുകൂടെ ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്, ഒന്നുകൂടെ എഴുതും. അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ആസ് ഓഫ് നോ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡെൽ ഓഫ് ടി യൂണിറ്റ് ഇമ്പൾസ് ഇട്ടാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 എന്നാണ് കിട്ടുക. Now ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് h of t എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തായിട്ട് എടുക്കാം? മേ ബി യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് വാട്ട് h of s. So basically നിങ്ങൾക്ക് എന്താ കിട്ടുക? This is Laplace transform of എന്താ കിട്ടുക? h of t, right? And this is why I have used that particular letter, capital H എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യാനുള്ള കാരണം, ഐ മീൻ ഇമ്പൾസ് റെസ്പോൺസിന് ഇവിടെ ഞാൻ h of s എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യാനുള്ള കാരണം ഇമ്പൾസ് റെസ്പോൺസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ h of s യൂസ് ചെയ്തത്. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എനിക്ക് ഈ രീതിയിലും ഡിഫൈൻ ചെയ്യാം. ഇപ്പോ രണ്ട് രീതിയിൽ ഇപ്പം എന്താണ് ഈ ഡെഫിനിഷൻ വെച്ചിട്ട് എനിക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ, or in other words Laplace transform can be transfer function can be defined as, transfer function can also be defined as the Laplace transform of the impulse response. നമ്മളിപ്പോ കണ്ടത് എന്താണ്? ഇപ്പൊ കണ്ടത് it is a Laplace transform of the impulse response of the LTI system, right? This was the impulse response. Laplace transform of the impulse response of the LTI system. So these are two alternative definitions for your transfer function. Both are important. Rendu important ആണ് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴും. ബാക്കി എല്ലാ അങ്ങോട്ടേക്കുള്ള അങ്ങോട്ടേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ കാര്യത്തിലും ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പലപ്പോഴും ഈ രണ്ട് ഡെഫിനേഷൻസും ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതൊരു മാത്തമാറ്റിക്കൽ അബ്സ്ട്രാക്ഷൻ ആണ്. ആൻഡ് ഇതെങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിനെ എങ്ങനെയാണ് പെട്ടെന്ന് ലാപ്ലേസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് മോഡൽ ചെയ്യുക, ഒരു RLC സർക്യൂട്ട് അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നതിന് പകരം ആ സർക്യൂട്ടിൽ നിന്ന് തന്നെ അതിനെ ഒരു ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ആക്കിയിട്ട് എങ്ങനെയാണ് മാറ്റാൻ പറ്റുക. സോ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. So this is one definition, and the other one is this particular definition. Okay, this one. Okay. Both definitions are important. So yeah. Okay, so I think there's a good point to stop here. This is the break point. ബാക്കി നമുക്ക് എന്താണ്, ബാക്കി ഇതിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഒരു റിവ്യൂ ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം. ബാക്കി ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോൾസ്, സീറോസ്, അതേപോലെ ഒരു RLC സർക്യൂട്ട് അതിനെങ്ങനെ ഒരു ക്ലോസ് ലൂപ്പ് കൺട്രോൾ സിസ്റ്റം ആയിട്ട് എങ്ങനെയാണ് അതിനെ മോഡൽ ചെയ്യുന്നത്, അതിലെ ഫീഡ്ബാക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ ഐ തിങ്ക് we'll wind up the class for today, and thank you everyone. Thank you so much.